ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്ന് സംസാരിക്കുന്നത് ഹെർബാലൈഫിലെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര ഫ്ലേവറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, ആർക്കെല്ലാമാണ് ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെർബാലൈഫിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ എന്ത് റിസൾട്ടിനാണോ ഹെർബാലൈഫ് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തത്, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് മെയിൻറ്റെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഫാസ്റ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വളരെ കോമൺ ആയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ്. ഇത് ഓൾറെഡി നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇപ്പോൾ കമ്പനി നിറയെ ഫ്ലേവേഴ്സ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് നമുക്ക് വളരെ പരിമിതമായ ഫ്ലേവേഴ്സ് മാത്രമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതെല്ലാം ഫ്ലേവർ ആണ് ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ലഭിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സിൽ വാനില ഫ്ലേവർ. ഈ ഒരു ഫ്ലേവറിലാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഫസ്റ്റ് മുതൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഫ്ലേവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 10ഓളം പ്രൊഡക്റ്റ് ടോട്ടലി നമുക്ക് ലഭിക്കുന്നുണ്ട്. പണ്ട് ഇത്രമാത്രം ഫ്ലേവർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു 10ഓളം ഫ്ലേവർ കമ്പനി നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാകത്തിന് തരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഫോർമുല 1 ന്യൂട്രീഷൻ മിക്സ് വാനില ഫ്ലേവർ ആണ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കുവാണെങ്കിൽ സ്ട്രോബെറി ഫ്ലേവർ. തേർഡ് വൺ നോക്കുവാണെങ്കിൽ പാൻ ഫ്ലേവർ. നെക്സ്റ്റ് ഓറഞ്ച് ക്രീം. നെക്സ്റ്റ് മാംഗോ ഫ്ലേവർ. നെക്സ്റ്റ് കുൽഫി ഫ്ലേവർ. നെക്സ്റ്റ് വൺ ബനാന കാരമൽ. നെക്സ്റ്റ് വൺ ഡേറ്റ്സ് കാരമൽ. ഇത് വളരെ ന്യൂലി ലോഞ്ച് ആയിട്ട് പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഫ്ലേവർ വളരെ ന്യൂലി ആയിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡച്ച് ചോക്ലേറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റോസ് ഗീർ. അപ്പോൾ നമുക്കിപ്പോൾ 10ഓളം ഫ്ലേവർ ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സിൽ വാനില, ബനാന കാരമല്, ഡേറ്റ്സ് കാരമല്, ഡച്ച് ചോക്ലേറ്റ്, കുൽഫി, മാംഗോ, ഓറഞ്ച് ക്രീം, പാന്, റോസ് ഗിയർ, സ്ട്രോബെറി. ഇത്രയും ഫ്ലേവേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, ഫ്ലേവർ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുമോ, അത് ഏതെങ്കിലും പ്രത്യേകതരം ഫ്ലേവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുമോ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി തരാം. അതിനു മുന്നേ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. നോർമലി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ മീൽ സപ്ലിമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൃത്യമുള്ള പ്രോഗ്രാമിന്റെ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നിങ്ങളുടെ കോച്ചിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന കോമൺ സംശയമാണ്, ഇത്രയും ഫ്ലേവർ ഉണ്ട്, ഏത് ഫ്ലേവർ ഉപയോഗിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുക എന്നുള്ളത്. മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫ്ലേവർ സെലക്ട് ചെയ്ത് കഴിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കത്തില്ല. നമുക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണോ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഫ്ലേവർ നമുക്ക് അത് നമ്മൾ കഴിക്കുന്നത് കൺസെപ്ഷൻ കുറച്ച് ഈസി ആക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ടേസ്റ്റി ആക്കാനും വേണ്ടിയിട്ടാണ് ഫ്ലേവറിൽ കമ്പനി പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആയിരിക്കും പിടിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ടും വളരെ എൻജോയബിൾ ആയിട്ടും ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലേവർ അതിനു വേണ്ടിയിട്ടാണ് കമ്പനി വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഇന്നൊരു ഫ്ലേവർ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പ്രോഗ്രാം ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് നിങ്ങളുടെ കോച്ച് പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡയറ്റ് തന്നെയാണ്. ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഹെർബാലൈഫ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, നിങ്ങളുടെ കോച്ചുമായിട്ടുള്ള മോണിറ്ററിങ്. വ്യക്തമായിട്ട് നമ്മുടെ കോച്ചുമായിട്ടുള്ള മോണിറ്ററിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതും കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഫാസ്റ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വർക്കൗട്ട്. ഡെയിലി ബേസിലുള്ള വർക്കൗട്ട് അതും നമ്മുടെ റിസൾട്ട് ഫാസ്റ്റ് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് നമുക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലേവർ സെലക്ട് ചെയ്യലല്ല, നിങ്ങളിപ്പോ വെയിറ്റ് ലോസ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറഞ്ഞ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കുന്ന നിങ്ങളെ ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ താഴെ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ഹെർബലൈഫ് ബന്ധപ്പെട്ടോ ഹെർബലൈഫ് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബലൈഫ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.